ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് 24 30-31 വാക്യങ്ങൾ. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് പ്രത്യക്ഷനായി. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം 2 ശിഷ്യന്മാർ വിലോപത്തോടെ യെരുശലേമിൽ നിന്ന് എമാവൂസിലേക്ക് പോയി. കർത്താവായ യേശു അവരോടൊപ്പം നടന്ന് ദൈവവചനങ്ങൾ വിശദീകരിച്ചിട്ടും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവനൊരു അപരിചിതനായി കണക്കാക്കപ്പെട്ടു. യേശു അവരോടൊപ്പം നടന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. അവൻ അപ്പം നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. കർത്താവായ യേശുവിന്റെ മുറിവേറ്റ കയ്യിൽ അപ്പം കണ്ടപ്പോൾ അവർ അവനെ അറിഞ്ഞു. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കർത്താവായ യേശു നിങ്ങളുടെ അരികിൽ നിൽക്കുന്നു. അവൻ നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ചതഞ്ഞുമിരിക്കുന്നു. അവന്റെ ശരീരം അപ്പം പോലെ നിങ്ങൾക്കായി ഒടിച്ചു കളഞ്ഞു. അവൻ നിങ്ങളുടെ രക്ഷകനാണ്. അവൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുന്നു. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ നിങ്ങൾ കർത്താവിനെ അറിയും. നിങ്ങളുടെ അറിവിന്റെ കണ്ണുകൾ തുറക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ്, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത നിമിത്തം എല്ലാം നഷ്ടമായി കണക്കാക്കി എന്ന് ഫിലിപ്പിയർ 3 വാക്യത്തിൽ പറയുന്നു. കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടപ്പാടുകളും കൂട്ടായ്മയും അവൻ അറിയാൻ വേണ്ടി തന്റെ കണ്ണുകൾ തുറക്കാൻ അവൻ ആഗ്രഹിച്ചു. അവസാനം അവൻ കർത്താവിനെ അറിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ഉണ്ടായിരുന്നു. കർത്താവിനെ അറിയാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, എന്നാൽ അപ്പോഴോ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം ഭാഗികമായി അറിയുന്നു, എന്നാൽ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും എന്ന് 1 കൊരിന്ത്യർ 13 വാക്യത്തിൽ പറയപ്പെടുന്നു. തങ്ങളുടെ സൃഷ്ടാവിനെ അറിയാൻ കർത്താവ് ഇന്ത്യയിലെ ജനങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. അവർക്ക് വേണ്ടി ജീവൻ നൽകിയവനും അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും പുറത്തു വരാനും ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരാനും വേണ്ടി. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ ആത്മീയ കണ്ണുകൾ കർത്താവ് തുറന്നപ്പോൾ അത്ഭുതകരമായ സ്വർഗീയ ദർശനങ്ങൾ കാണുകയും ഭാവിയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിക്കുകയും ചെയ്തു. അവന് സ്വർഗവും പാതാളവും നിത്യതയും കാണാൻ കഴിഞ്ഞു. എത്ര മഹത്തായ ദർശനങ്ങളാണവ! തോമസിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ സംശയാസ്പദമായി അവിശ്വാസിയായിരുന്ന അവൻ ഒരു ഉറച്ച വിശ്വാസിയായി മാറി. അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നിങ്ങൾ ഇനി അവിശ്വാസിയാകില്ല. സംശയവും ഭയവും അജ്ഞാതയും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. നിങ്ങളുടെ ഹൃദയങ്ങൾ അളവില്ലാത്ത സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ആത്മാവിനാൽ നിറയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 119 27 വാക്യം. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 113, 114, 115 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 6 ആമേൻ.